ബി.ജെ.പിയുടെ ശക്തി മണ്ഡലം ഒപ്പം തന്നെ ഇന്ത്യയുടെ ഒരു എ ക്ലാസ് മണ്ഡലം കൂടിയായ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ സംസ്ഥാന വ്യാപകമായി നോക്കുകയാണെങ്കിൽ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ വോട്ട് കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തന്നെയാണ്. 0.8% ആണ് ഈ ഒരു മണിക്കൂറിലെ വോട്ടിംഗ് ശതമാനം എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി അംഗവും ചലച്ചിത്ര താരവുമായിട്ടുള്ള നിർമ്മാതാവുമായിട്ടുള്ള ജി സുരേഷ് കുമാർ, ജനം ടി.വി എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയാണ്. അദ്ദേഹം കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മകൾ കീർത്തി സുരേഷ് ഉൾപ്പെടെ തിരുവനന്തപുരം തൈക്കാട് മോഡൽ LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളതാണോ അറിയിച്ചത്. പക്ഷേ മേനക സുരേഷ്, നിർമ്മാതാവും ജനം ടി.വി എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജി സുരേഷ് കുമാർ, അവരുടെ മൂത്ത മകൾ, 3 പേരും മാത്രമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനായി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നിലവിൽ പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കുന്നത് തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം നൽകുന്നുണ്ട്. എന്തായാലും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന തൈക്കാട് മോഡൽ LP സ്കൂളിൽ വലിയ രീതിയിൽ ആളുകൾ എത്തുന്നുണ്ട്. നമുക്കറിയാം, ലക്ഷ്മി സൂചിപ്പിക്കുന്നത് പോലെ തന്നെ താപനില ഉയർന്നൊരു സാഹചര്യം തലസ്ഥാന ജില്ലയിൽ അടക്കമുണ്ട്. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് അന്തരീക്ഷ താപനില പോകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാർ രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള സമയമായി ഇതിനെ കാണുകയാണ്. രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഒരു ചെറിയ തോതിലുള്ള തിരക്ക് അത് തൈക്കാട് മോഡൽ LPSൽ തുടരുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെയാണ് ഇന്ത്യയുടെ അടക്കമുള്ള വിവിധ സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തുന്നതും സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു തിരക്കും ശ്രദ്ധയും ഒക്കെ തന്നെ തലസ്ഥാന ജില്ലയിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകൾക്കുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ശതമാനം ഉയരുന്നത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ വിധിയെഴുത്തിൽ നിർണായകമാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമ്മൾക്ക് ചോദിക്കാമെന്ന് തോന്നുന്നു. അദ്ദേഹം കുടുംബസമേതമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അദ്ദേഹം ഇപ്പോൾ പുറത്തിറങ്ങി പ്രതികരിക്കാൻ തയ്യാറാകുകയാണ്.